ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ടു ടെയിൽസ് ഓഫ് നജു. ഇന്ന് ചിക്കൻ്റെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് ഇത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണുകൾ പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനുകൾ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാൽ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1/4 കപ്പ് തൈരാണ്. 1/4 കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം. പിന്നെ ചിക്കന് നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി യൂസ് ചെയ്താൽ മതിയാവും. ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 തക്കാളിയാണ്. നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. അങ്ങനെ ഇതാ തക്കാളി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചപ്പില, പുതിനയില, കരിവേപ്പിലയാണ്. പിന്നെ ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ചീരുള്ളിയാണ്, അതായത് ചെറിയുള്ളി 25 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്, അത് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റും എടുത്തിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി എടുത്തപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തിലൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉണക്കമുളകാണ്. ഒരു 10-15 ഉണക്കമുളക് അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇത് ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒരു കളർ ചേഞ്ച് ആകുമ്പോൾ അതിൽ നിന്നൊന്ന് കോരി മാറ്റാം. പിന്നെ ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതാ ഉണക്കമുളക് ഒന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ചെറിയ ജാറിലെടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ചില്ലി ഫ്ലേക്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കന് ഫുള്ളി വേവാവണ്ട, ഒരു 50% ഒക്കെ വെന്ത് കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഒരു ട്രിപ്പ് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി ഇതാ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സവാള ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് ഉള്ളിയൊക്കെ വഴന്ന് കിട്ടാനായിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ ആകുമ്പോൾ ആ ചിക്കൻ്റെ ടേസ്റ്റും അതുപോലെ വറ്റൽമുളക് നമ്മൾ വറുത്ത ആ ഒരു ടേസ്റ്റൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ തന്നെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ സവാളയും ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള തക്കാളിയുടെ പേസ്റ്റ് കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തക്കാളിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഏകദേശം 1 ടീസ്പൂണോളൊക്കെ ഉണ്ടാവും ആ ഒരു പേസ്റ്റും പിന്നെ ചപ്പില, പുതിനയില, കരിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പാണ്. ഈ ഒരു ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 2-3-4 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്യാത്തവർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കുകളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.